ഇന്നലെ സാർ ചെയ്തൊരു വീഡിയോയിൽ സാർ പറയുകയുണ്ടായി ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് വന്നത് VSന്റെ ഒരു പിൻബലത്തിലാണ്, അല്ലെങ്കിൽ സാറിന് അത് ഏൽപ്പിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാൻ ഇത്രയും വൈകിയത്? അതായത് പിണറായി വിജയനും VSും തമ്മിലുള്ള പോരാട്ടവും, അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അതിലുള്ള ആളുകളുടെ നിലനിൽപ്പും, അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡങ്ങളും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്ന ഒരാളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ വൻ അഴിമതിയെക്കുറിച്ചുള്ള സംഭവം ക്രൈം പുറത്തുവിടുന്നത്. അതായത് 2005 ഫെബ്രുവരി ലക്കത്തിലാണ് ഞാൻ ലാവ്ലിൻ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുറത്തുവിടുന്നത്. അന്ന് എനിക്ക് ഈ ഡോക്യുമെൻ്റ് എല്ലാം തന്നത് ഈ ബാലാനന്ദനായിരുന്നു. ഈ ബാലാനന്ദൻ തന്നതാണെങ്കിലും എനിക്ക് ഈ ബാലാനന്ദൻ്റെ പേര് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, CIDയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. മാത്രമല്ല ഈ ബാലാനന്ദൻ കമ്മീഷൻ്റെ ചെയർമാനായ ആളാണ് വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് പുറത്താക്കും. ആ കാരണത്താൽ ഇതേപോലെയാണ് VS അച്യുതാനന്ദൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയെ കുറിച്ച് പുറത്താക്കും. അതുകൊണ്ടാണ് ഒന്ന് അവരെന്നോട് പറയുന്നതും ഞാനത് അംഗീകരിക്കുന്നതും. ഇത് രഹസ്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. പാർട്ടിക്കുള്ളിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഇതേപോലെയുള്ള രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ക്രൈമിൻ്റെ നിലപാട്. അത്തരം കാര്യങ്ങൾ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായിത്തീരും? ഈ തന്ന ആളുകളെ വേട്ടയാണ്, ഫിനിഷ് ചെയ്യും. അതാണ് പാർട്ടി. പിണറായിയുടെ കൈവശമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഇവരുടെ പേര് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് അവരുടെ വാക്ക് കൊടുത്തത്. പക്ഷെ അവർ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ കാലശേഷം നന്ദകുമാറിനും പറയാം. അപ്പം എങ്ങനെയാണ് VS അച്യുതാനന്ദൻ ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത് VS അച്യുതാനന്ദനാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത് എൻ്റെ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് തന്നത് എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്ക് എതിരാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ ലാവ്ലിൻ കേസ് സംബന്ധമായ റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. അപ്പൊ ഇത് അദ്ദേഹമാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? പാർട്ടിനെ പുറത്താക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹം തയ്യാറല്ല, ഞാനും തയ്യാറല്ല. അത് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരുന്നു. എങ്ങനെയാണ് എന്നെ ബന്ധപ്പെട്ടതെന്നുള്ളതാണ്. 2005 ഫെബ്രുവരി മാസത്തിലാണ് ലാവ്ലിൻ കേസ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത കവർ സ്റ്റോറി പ്രസിദ്ധീകരിക്കുന്നത്. ലാവ്ലിൻ കേസിൻ്റെ ആ രേഖ തന്നത് യഥാർത്ഥത്തിൽ അന്ന് പ്രസിദ്ധീകരിക്കാൻ കാരണം VS അല്ല. അന്ന് പ്രസിദ്ധീകരിക്കാൻ കാരണം ഈ ബാലാനന്ദനാണ്. ആക്ച്വലി ഈ ബാലാനന്ദനുമല്ല ഞാൻ ലാവ്ലിൻ കേസ് പ്രസിദ്ധീകരിക്കാൻ കാരണം. ആദ്യം ഞാൻ പ്രസിദ്ധീകരിച്ചത് ലാവ്ലിൻ കേസിൽ വൻ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ മേഖലകളിൽ പോയി അവിടെ കെട്ടിക്കിടക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളും അതേപോലെ ജനറേറ്ററുകളും അടക്കമുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത ലാവ്ലിൻ കമ്പനി ഇറക്കുമതി ചെയ്ത എക്യുപ്മെൻസിൻ്റെ വീഡിയോ എടുത്താണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതിന് കാരണം 2001 ഇലക്ഷനിൽ അന്നത്തെ സ്പീക്കറായിരുന്ന വിജയകുമാറിനെ കുറിച്ച് ഞാനൊരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണമായ അന്വേഷണ റിപ്പോർട്ടായിരുന്നു. അന്ന് ഏറ്റവും പേരും പ്രശസ്തിയുള്ള ഒരാളായിരുന്നു വിജയകുമാർ. VS അച്യുതാനന്ദന് വലങ്കയ്യാണ്. പക്ഷേ എന്നെ 1999 അർദ്ധരാത്രി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടച്ച് എന്നെ കൊല്ലാൻ വേണ്ടി ശശി പ്ലാൻ ചെയ്തിരുന്നു. ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാതിയിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിൻ്റെ സ്റ്റോറി വേറെയാണ്, അത് പിന്നെ പറയാം. അന്ന് ഞാൻ തീരുമാനിച്ചു. അന്നത്തെ സ്പീക്കറെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. ഞാൻ ശോഭന ജോർജിനെ കുറിച്ച് ഒരു പരാതിയും അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്നെ കള്ളക്കേസ് കൊടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇനി ഈ ഗവൺമെൻറ് വരരുത്, ഇടതുപക്ഷ മുന്നണി വരരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആദ്യം ഞാൻ നോട്ടമിട്ടത് വിജയകുമാറിനെയാണ്, സ്പീക്കർ വിജയകുമാർ. അദ്ദേഹം തിരുവനന്തപുരം നോർത്ത് നിന്നാണ് മത്സരിക്കാറ്. അദ്ദേഹം ഈ പറയുന്ന പുതിയ നിയമസഭാ നിർമ്മാണവുമായി ഇന്റീരിയർ ഡെക്കറേഷൻ സംബന്ധിച്ച് 6 കോടി രൂപയ്ക്ക് അധികം ടെൻഡറില്ലാതെ കരാർ കൊടുത്തിരുന്നു. ടെൻഡറില്ലാതെ കരാർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ഡാറ്റാസ് പുറത്തുകൊണ്ടുവരിക. ഇലക്ഷൻ സമയത്ത് 25,000-ഓളം കോപ്പികൾ അവിടെ എതിർ സ്ഥാനാർത്ഥി കൊടുക്കുകയും അത് വീടുകളിൽ എത്തിക്കുകയും അത് വലിയ ഇഷ്യൂ ആവുകയും അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഞാൻ വെല്ലുവിളിച്ച് അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്തി. അങ്ങനെ അദ്ദേഹം തോറ്റു. 8,000 വോട്ടിന് തോറ്റു. 15,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 8,000 വോട്ടിന് വലിയ തിരിച്ചടിയായിരുന്നു. അപ്പം അതിനുശേഷം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബാലാനന്ദൻ. ഈ ബാലാനന്ദൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ ഫ്രണ്ട്, ഒരു അഡ്വക്കേറ്റ്. ആ അഡ്വക്കേറ്റ് CITUവിൻ്റെ ആൾക്കാരായിരുന്നു. CITUവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഈ ബാലാനന്ദൻ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, ഈ MP ആയിരുന്നു.
അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും അംഗീകരിക്കുന്ന സ്വാമി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എൻ്റെ ഫ്രണ്ട് വഴി എന്നെ എറണാകുളത്തുള്ള ഒരു താടി വെച്ചിട്ടുള്ള ഒരു നേതാവിന്റെ വീട്ടിൽ വെച്ച് കാണുകയാണ്. അതാരാന്ന് ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നാളെ പാർട്ടിയിൽ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ ബാലാനന്ദൻ എന്നെ കാണും, എൻ്റെ ഫ്രണ്ട് വഴി. അദ്ദേഹം എനിക്ക് ലാവ്ലിൻ സംബന്ധമായ രേഖകളെല്ലാം നൽകുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ പണമിടപാടുകളുടെ എല്ലാ രേഖകളും നൽകുന്നു, ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നു. അതെല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ്. അതായത് 100 കോടി രൂപയ്ക്കാണ് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഈ ചെങ്കളം പള്ളിവാസൽ പദ്ധതി, വിദ്യുച്ഛക്തി പദ്ധതിയുടെ നവീകരണവും പുനരുദ്ധാരണവും 115 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാന്ന് പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ ലാവ്ലിൻ കമ്പനിയുമായിട്ട് ഒപ്പിട്ടുള്ള 278 കോടി രൂപയ്ക്കാണ്. 2007 ജനുവരി 1 മസ്കറ്റ് വാട്ടറിൽ വെച്ചിട്ട് ഗവൺമെന്റ് തന്നെ നിയമിച്ച ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടായിരുന്നു. അത് വലിയ ചടങ്ങായിട്ടാണ് അവിടെ അതായത്. എന്നാൽ പിണറായി വിജയൻ അതിന് മുമ്പ് തന്നെ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ലാവ്ലിൻ കമ്പനി അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. 2 കോടി രൂപ കണ്ണൂരിൽ കൊണ്ടു കൊടുക്കുകയും അതോടുകൂടി പണത്തിന്റെ രുചി അറിഞ്ഞ അദ്ദേഹം ഒക്ടോബർ മാസത്തിൽ കാനഡയിൽ പോവുകയും അവിടെ വെച്ച് അവർ തമ്മിൽ ധാരണയാവുകയും ചെയ്തു. ദിലീപ് രാഹുലിനായിരുന്നു ഇടനിലക്കാരനായി നിന്നിരുന്നത്. അന്ന് UDF ഭരണകാലത്ത് ഒരു കൺസൾട്ടൻസി കരാർ ഒപ്പിട്ടിരുന്നു. അതിന് 5 പൈസ ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വാലിഡിറ്റിയും ഇല്ല. സർക്കാർ അംഗീകരിച്ചില്ല, കേന്ദ്ര പവർ അതോറിറ്റി അംഗീകരിച്ചില്ല, ഇലക്ട്രിസിറ്റി ബോർഡ് അംഗീകരിക്കാത്തൊരു ഇതായിരുന്നു. മാത്രമല്ല MOU റൂട്ടിലൂടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു പേപ്പർ മാത്രമാണ്. ആ പേപ്പർ ഉപയോഗിച്ച് പിണറായി വിജയൻ നേരെ ഒക്ടോബർ മാസത്തിൽ 2006 ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായ ശേഷം കാനഡയിൽ പോയി SNC ലാബിന്റെ ഓഫീസിൽ പോവുകയും ഇതുമായി ധാരണയായി. 2007 ബാലാനന്ദൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ശേഷം 1997 ജനുവരി മാസത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ ഹാൻഡ് ഓവർ ചെയ്ത ശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് അത് ചവറ്റുകൊട്ടയിലിട്ടിട്ട് പിണറായി വിജയൻ 278 കോടി രൂപയ്ക്ക് കരാർ ഒപ്പിട്ടു. എത്ര കോടിയാണ് നഷ്ടം? 178 കോടി. മാത്രമല്ല അതിൽ പ്രകാരം ഇറക്കുമതി ചെയ്ത എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്? ഉപയോഗശൂന്യമാണ്. പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ പൊട്ടുവെച്ചിട്ടുണ്ടായി മന്ദിയാറിൽ. മാത്രമല്ല ഈ കരാറിൽ ആഗോള ടെൻഡർ വിളിക്കണം ഒരു കമ്പനി കൊടുക്കും, അതുണ്ടായില്ല. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെയോ കേരള സർക്കാരിന്റെയോ അനുമതി ഉണ്ടായിരുന്നില്ല. കേന്ദ്ര പവർ അതോറിറ്റിയുടെ അംഗീകാരം ഉണ്ടായിരുന്നു, വലിയ 278 കോടിയൊക്കെ ആകും. മാത്രമല്ല ഇതിന്റെ പദ്ധതിയുടെ ബദലായിട്ട് കനേഡിയൻ ഗവൺമെന്റ് ഇവിടെ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി, മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് തലശ്ശേരി തുടങ്ങാൻ വേണ്ടി 98.3 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാർത്ത ചെയ്ത ശേഷം 2001 ഞാൻ വാർത്ത ചെയ്ത ശേഷം ഈ വാർത്ത ചെയ്തപ്പം AK ആന്റണി അതിൽ നിയമസഭയിൽ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. ഈ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചപ്പം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഈ ബാലാനന്ദം എന്ന് കാണുന്നത്. 2004 ഡിസംബർ ആയെന്നാണ് തോന്നുന്നു എന്നെ കാണുന്നത്. അപ്പം ഞാൻ കാണാൻ കാരണമുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ കവിയൂർ കേസ്, ക്ലിയർ കേസൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ MABBയുടെ ഒക്കെ പേര് ഞാൻ പുറത്തുവിട്ട, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരാണ്, അവരുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തുവിട്ടു. വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. ആ സന്ദർഭത്തിലാണ് അവർ എന്നെ ഈ ബാലാനന്ദൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴി, ഇപ്പം ജീവിച്ചിടപ്പുള്ള ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞത് ശരിയല്ല, അവർ വഴി എന്നെ ബന്ധപ്പെടുകയും എറണാകുളത്ത് എന്നെ കാണാൻ വേണ്ടി പറയുകയും സ്വാമി എന്നെ കാണുന്നത്, സ്വാമിയാണ് ബാലാനന്ദൻ സഖാവ്. അദ്ദേഹം കണ്ടിട്ട് എന്നെ പറ്റിയുള്ള സകല ഡീറ്റെയിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ മുമ്പ് SFIയുടെ പ്രവർത്തകനായിരുന്നു എന്നും മാത്രമല്ല എൻ്റെ ഫാദർ 1948 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നും ഈ പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ എൻ്റെ അടക്കം എൻ്റെ വീട്ടിൽ തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്നുവെന്നും അതുമാത്രമല്ല അതിൻ്റെ പേരിൽ ക്രൂരമായ ഭീകര മർദ്ദനങ്ങൾ ഏറ്റിരുന്നുവെന്നും EMS അടക്കമുള്ള ആളുകളെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത് കൊണ്ടുവരുന്ന ആളെന്നൊക്കെ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം ഞാൻ പുറത്തു കൊണ്ടുവന്നു. അതോടൊപ്പം കവിയൂർ ക്ലിയറിട്ട് പെൺവാണിപ്പം പുറത്തു കൊണ്ടുവന്നു. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അവരുടെ പോരാടണമെങ്കിൽ അതിനുള്ള ഒരു ആർജവത്തുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം എന്നെ കാണുന്നത്. അദ്ദേഹം ആദ്യം ചോദിച്ചത് എന്താ വെച്ചാൽ ഞാൻ തരുന്നതാണെന്ന് ലോകത്തിൽ ആരും അറിയാൻ പാടില്ല, കാരണം പാർട്ടിയിൽ എനിക്ക് നടപടി വരും. ഞാൻ പറഞ്ഞ തല പോയാലും പറയില്ല, ഞാൻ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് പറയില്ല. അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയില്ല. പിന്നീട് ഒരു അവസരത്തിൽ എനിക്ക് പറയുന്നതുകൊണ്ട് അങ്ങേക്കും അങ്ങനെ കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രണ്ടാമത് ഈ രേഖകളെല്ലാം തന്നെ തന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിപത്തുകൾ നന്ദകുമാറിനെ വേട്ടയാടിയെന്ന് വരും. അത് വന്നാലും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം, നിയമപരമായി ഫൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യും. ഈ വാക്കിൻ്റെ ഉറപ്പിൻ്റെ പേരിലാണ് എറണാകുളത്തുള്ള ഒരു CPM നേതാവ്, താടി വെച്ച CPM നേതാവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് രേഖകളെല്ലാം കൈമാറുന്നത്.
ഞാൻ അവരെ പേര് വെളിപ്പെടുത്താൻ പറ്റുമോ? വേണ്ട. അല്ല, ഈ ബാലാനന്ദന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റുമോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത്? ഇല്ല, പറ്റില്ല. മറ്റുള്ള ആൾക്കാരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ പറ്റില്ല. ഇല്ല, അതൊട്ടും പറ്റില്ല. അപ്പോൾ ഈ ബാലാനന്ദന്റെ പേരും വെളിപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അതുമായി പിന്നെ അന്വേഷിച്ച് ധാരാളം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ വന്നപ്പോൾ ശോഭ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ലേഡിയുമായിട്ടുള്ള ബന്ധവും TNCയുമായിട്ടുള്ള ബന്ധവും തോമസ് ഐസക്കും MABB പി ശശിയൊക്കെ പെൺകുട്ടിയുമായിട്ടുണ്ടായിട്ടുള്ള ഇല്ലീഗൽ ബന്ധത്തിന്റെ എല്ലാ കാര്യം ഞാൻ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ദേശാഭിമാനിയുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെ പേരും ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. ജീവിച്ചിരിക്കുന്നത് അവരെ ജീവന് ഭീഷണി വരും. ഇതിന്റെ ഇത് ഞാൻ പ്രസിദ്ധീകരിച്ച ശേഷം കേരളത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. എൻ്റെ ഓഫീസ് കത്തിച്ചു. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസ് കത്തിക്കുകയും രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അന്ന് എന്നെ കൊല്ലുമെന്ന് ഡിക്ലെയർ ചെയ്തു. കൊട്ടേഷൻ പിണറായി വിജയൻ കൊടുത്തു. പാർട്ടി അവൈലബിൾ മീറ്റിംഗ് കൂടിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു 2005 ഫെബ്രുവരി 14. പിറ്റേ ദിവസം ദേശാഭിമാനി വലിയ വാർത്ത വന്നു. സാമൂഹ്യ വിപത്താണ് ക്രൈം നന്ദകുമാർ ആണ് ഉന്മൂലനം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് 2005 ഫെബ്രുവരി 15 പത്രത്തിൽ വാർത്ത വന്നു. ഞാൻ അന്ന് തന്നെ പോയിട്ട് അഡ്വക്കേറ്റ് രാംകുമാറിനെ കണ്ടിട്ട് നേരെ ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞില്ല, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ പേര് 10-15 സ്ഥലത്ത് രേഖപ്പെടുത്തി ഹൈക്കോടതി കൊടുത്തു. പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ പോയി പത്രസമ്മേളനം വിളിച്ച് ഈ കോപ്പി പത്രക്കാർ കൊടുത്തു. പിറ്റേ ദിവസം വലിയ വാർത്തയായി, ചാനലിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അതായത് ഓഫീസ് കത്തിച്ച ശേഷം എനിക്ക് കോഴിക്കോട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അന്ന് ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ട് എനിക്ക് എല്ലാ സംരക്ഷണം ഏർപ്പെടുത്തി. മാത്രമല്ല അന്ന് റിയാസിനെ അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് റിയാസും പിണറായിയും തമ്മിൽ ഭയങ്കര ബന്ധം വരുന്നത്. മാത്രമല്ല റിയാസ് അന്ന് ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ കമ്പനിയിലേക്ക് വന്ന 75 കോടി രൂപയുടെ എല്ലാ ഡീറ്റെയിലും റിയാസിൻ്റെ കൈവശം കിട്ടിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ഇല്ലീഗൽ ആയിട്ടുള്ള പണത്തിൻ്റെ എല്ലാ സ്രോതസ്സും ദുബായിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അടക്കം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ റിയാസ് ഇതൊക്കെ എടുത്തുകൊണ്ടായി മോളെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ റിയാസിനെ ആദ്യം കോർപ്പറേഷനിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചു. നമ്മളെ വാർഡിലായിരുന്നു. ക്രൈം അവൻ്റെ ഓഫീസിൽ നിൽക്കുന്ന വാർഡിലാണ് അയാൾ തോൽപ്പിച്ചു. രണ്ടാമത് ലോക്സഭാ ഇലക്ഷനിൽ വീരേന്ദ്രകുമാർ നമ്മുടെ ഓഫീസിൽ വന്നു. ഓഫീസ് കത്തിയ സമയത്ത് വീരേന്ദ്രകുമാർ പറഞ്ഞു ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജനതാദളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന് ലോക്സഭ MP ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓട്ടിച്ചു. ഈ ക്രൈമാണ് കാരണം, ക്രൈമിൻ്റെ ഈ ബന്ധം കാരണം എന്നെ വന്ന് സഹായിക്കാൻ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ശേഷം മലപ്പുറം സംസ്ഥാന സമ്മേളനം വരുന്നത് CPM-ന്റെ. അതിൽ PS അച്യുതാനന്ദന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ വെട്ടിമാറ്റി PS അച്യുതാനന്ദൻ ഇതൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ. അപ്പം 2005 ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞിട്ട് മലപ്പുറം സമ്മേളനം കഴിയുന്നു. എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ VS ആണ് എന്നിട്ട്. അപ്പം എന്നോട് പറഞ്ഞു ലാവ്ലിൻ കേസിൽ നന്ദകുമാറാണല്ലോ അപ്പം അത് ക്രൈമിൽ പുറത്തു കൊണ്ടുവന്നത്, അത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പകരം അതിന് മുമ്പ് വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്നോട് ചോദിച്ചൊരു കാര്യം കൂടി പറയാം. അപ്പം ലാവ്ലിൻ കേസിൽ നന്ദകുമാറിന് CBI അന്വേഷണത്തിന് കൊടുക്കാൻ താല്പര്യമുണ്ടോ, നിൽക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ കൊണ്ടുവന്ന വാർത്ത കള്ളമാണെന്ന് ദേശാഭിമാനിയും CPM-ഉം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ VS-നെ പോലെ ഒരാൾ വിളിച്ചിട്ട് അത് തയ്യാറാണെന്ന് വെച്ചാൽ ഞാൻ 2 കൈ നീട്ടിട്ട് ഞാൻ റെഡിയാണെന്ന് ഉറക്കെ വിളിച്ച് പറയില്ലേ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വിജിലൻസ് എൻക്വയറി നിൽക്കില്ല, FCRA ലംഘനം എന്ന് പറയുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള CBI ആണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ ഇന്റർനാഷണൽ ക്ലാരിഫിക്കേഷനുള്ള കാനഡ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇതായതുകൊണ്ട് ഇവിടുത്തെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്രത്തിന്റെ കീഴിലുള്ള CBI ആണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ CBI അന്വേഷണത്തിൽ കൊടുത്താൽ നിലനിൽക്കും എന്നോട് പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു റെഡി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു, പിന്നെ രേഖകളില്ലാതെ ഇങ്ങനെയാണ് സഖാവെ ഞാൻ ഈ കേസ് കൊടുക്കാന്ന് വെച്ചപ്പോൾ നന്ദകുമാറായിട്ട് PC ജോർജും അതേപോലെ വീരേന്ദ്രകുമാറും അടുത്ത ഇതാണല്ലോ, ബന്ധമാണല്ലോ, അവർ നന്ദകുമാറിനെ വിളിക്കുന്നു. അങ്ങനെ എന്നെ വീരേന്ദ്രകുമാർ വിളിക്കുന്നു. എല്ലാവിധ പിന്തുണയും ഉണ്ടാകും, ബാക്കി കാര്യങ്ങൾ മാതൃഭൂമിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറയുന്നു. അതിന് പിന്നാലെ തന്നെ PC ജോർജ് വിളിക്കുന്നു. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ രേഖകളുമായി വരും, ആരെയാണ് ഏൽപ്പിക്കുന്നത് ചോദിച്ചോട്. ഞാൻ പറഞ്ഞു എൻ്റെ അഡ്വക്കേറ്റ് രാംകുമാർ, അത് മതി എന്ന് പറഞ്ഞു PC ജോർജ്. എന്നോട് അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. ഒന്ന് VS സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. VS സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഫോണെന്നല്ല കേട്ടോ, വേറെ ഏതോ ഫോണെന്നാണ് എന്നെ വിളിച്ചത്. അപ്പം PC ജോർജ് പറഞ്ഞു ഞാൻ VS-ആയിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചു. രാംകുമാർ മതി എന്ന് പറഞ്ഞു. രാജൻ കേസൊക്കെ നടത്തി പേര് പ്രശസ്തിയനായ ആളാണ് രാംകുമാർ. എത്ര ഫീസ് കൊടുക്കേണ്ടിയിരുന്നു ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചോളാം, എന്നാലും നന്ദകുമാർ വഴി കൊടുത്താൽ മതി ഫീസ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ 2005 വി എസ് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാരണവശാലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പുറത്ത് പറയാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ പ്രശ്നം ഉണ്ടാകും. പിന്നെ എല്ലാവിധ പിന്തുണയും സംരക്ഷണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അതിനുള്ള സംവിധാനമുണ്ട്. പാർട്ടിയിൽ നേതാക്കന്മാർ പിണറായിൻ്റെ കൂടെയാണെങ്കിൽ അണികൾ കംപ്ലീറ്റ് വി എസിൻ്റെ കൂടെയാണ്. അപ്പോൾ വി എസ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന സംരക്ഷണവും അതിനെപ്പറ്റി എല്ലാ ഇതും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അത്രയും സംസാരിച്ചുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞു, അദ്ദേഹം കട്ട് ചെയ്യുന്നു. പിന്നെ എന്നെ PC ജോർജും വി എസ് വീരേന്ദ്രകുമാറായി ബന്ധപ്പെട്ടു. അങ്ങനെ PT തോമസും എന്നെ ബന്ധപ്പെടുന്നു. PT തോമസ്. അപ്പോൾ PT തോമസ് ഞാൻ ലാവ്ലിൻ കേസിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് രാംകുമാർ വഴി എങ്ങനെ എന്തോ അറിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. പിന്നീട് എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്, ഞാൻ തരാമെന്ന്. അതെനിക്കൊന്ന് ഈ ബാലാനന്ദൻ PT തോമസിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകണം. ഈ ബാലാനന്ദൻ, കാരണം PT തോമസ് എന്ന ഒരു തീപ്പരിയാണല്ലോ. ഈ ബാലാനന്ദൻ കൊടുത്തായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം VS അച്യുതാനന്ദൻ വഴി KM ഷാജഹാൻ തയ്യാറാക്കി, പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, KM ഷാജഹാൻ വഴി തയ്യാറാക്കി എനിക്ക് PC ജോർജ് വലിയൊരു ഫയലാക്കി 2 ഫയലായിട്ട് എനിക്ക് കൊടുക്കുന്നത്. ഒന്ന് എനിക്കും എനിക്ക് അഡ്വക്കേറ്റ് കൊടുക്കാനുള്ള തരികയാണ്. ഒന്ന് എൻ്റെ അടുത്ത്. അപ്പം വീരേന്ദ്രകുമാർ അതിൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കൈവശം അതിൻ്റെ രേഖയൊന്നുമില്ല, എന്താണ് ലാവ്ലിൻ കേസ്, ഒന്ന് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി 1 മണിക്ക് അദ്ദേഹം ഒരു 5 മണിക്ക് വിളിച്ചു പറഞ്ഞു, വൈകുന്നേരം എവിടെയാണ് താമസിക്കുന്നത്, തൃപ്പൂണിത്തുറ ആണ് താമസിക്കുന്നത് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു രാത്രി എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് വീരേന്ദ്രകുമാർ, പലതവണ വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീരേന്ദ്രകുമാർ വിളിക്കുകയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാറിനെ രാത്രി ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരും. രാത്രി 1 മണിക്ക് എന്നെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നിട്ട് ഈ ഫയൽ മേടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് എന്താണ് ഏതാണ് രേഖ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതാവുകയാണ്. അപ്പം ഞാൻ രേഖകളെല്ലാം വായിച്ച് കൽപ്പിച്ചു കൊടുത്ത് അതൊക്കെ പറഞ്ഞു കൊടുത്തില്ല. ഒരു ഫയൽ അങ്ങേര് കൊണ്ടുപോയി കോപ്പി എടുത്തിട്ട് എനിക്ക് മടക്കി കൊടുത്തയച്ചു. അപ്പോൾ അദ്ദേഹം പിന്നെ വിളിച്ചു പറഞ്ഞു, പിണറായി വിജയൻ്റെ ജീവിതം ഇതോടെ തകർന്നു, കാരണം ഇതിൽ ഫുൾ രേഖകളാണ്, നന്ദകുമാർ പ്രസിദ്ധീകരിച്ചെല്ലാം സത്യമാണ്. അന്ന് ഞാൻ നന്ദകുമാർ പ്രസിദ്ധീകരിച്ച സത്യമാണോ അല്ല എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം എല്ലാം സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡിക്ലെയർ ചെയ്യാണ്. അതോടൊപ്പം പിന്നെ ഞാൻ രാംകുമാർ വഴി ഫയൽ ചെയ്യുന്നു. രാംകുമാർ വഴി ഫയൽ ചെയ്തിട്ട് CBI അന്വേഷണത്തിന് ഉള്ളത് കൊണ്ടാണ് 2006 ഇലക്ഷനിൽ VS സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ജനങ്ങളൊക്കെ ഭയങ്കര പ്രതിഷേധിച്ചു. VS പിണറായിനെ പറ്റിയിട്ട് 2005 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഫയൽ ചെയ്യുന്നത്, ഓണം കഴിഞ്ഞിട്ട് കോടതി തുറന്ന ശേഷം ഫയൽ ചെയ്തു. ഇത് വലിയ വാർത്തയായി, കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു. ലാവ്ലിനാണ് ചർച്ച എല്ലാ ദിവസവും ലാവ്ലിൻ. അത് ലാവ്ലിന്റെ ചർച്ചയായിരുന്നു അന്ന് മുതൽ. അന്ന് എന്നെ 2006 ഇലക്ഷനിൽ VS അച്യുതാനന്ദൻ വെട്ടിമാറ്റിയെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു 2006. പക്ഷേ VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രി ആക്കാൻ കാരണമായത് പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ അഴിമതി കേസിൽ അദ്ദേഹം മുഖ്യപ്രതിയാണെന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ജനങ്ങളെയും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഞാനത് ചെയ്തത് VS അച്യുതാനന്ദന് വേണ്ടിയിട്ടാണെങ്കിലും എനിക്കും കൂടെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാട്ടം നടത്തിയത്. പിന്നെ എൻ്റെ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കേസിൽ ഏറ്റവും മാഫിയ തലവനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരാൾ എന്നല്ല സത്യം. എനിക്ക് പിൻബലത്തോടു കൂടിയിട്ട് തന്നെയാണ്, ഏറ്റവും ശക്തനായ കേരളത്തിലെ നേതാക്കന്മാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തന്നെയാണ് അവരുടെ ആവശ്യപ്രകാരവുമാണ് VS അച്യുതാനന്ദൻ ആവശ്യപ്രകാരവുമാണ് ഞാൻ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് കൊടുത്തത് എന്നുള്ളതാണ് സത്യം.